നമ്മൾ അടുത്ത ആൾക്കാർ അല്ലെങ്കിൽ മക്കള്, സുഹൃത്തുക്കള്, വീട്ടുകാർ ആരായാലും ചിലർ വാട്സപ്പ് തന്നെ കളിക്കും, പറഞ്ഞാലും കേൾക്കില്ല. അപ്പോൾ ഇവർ ഓൺലൈനിൽ ഓഫാക്കിയൊക്കെ വെച്ചാൽ അവർ വാട്സപ്പിലുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാകില്ല, നമുക്ക് തിരിയല്ല. അങ്ങനെയുള്ള ആൾക്കാരാ അവരെപ്പോ ഒക്കെ വാട്സപ്പിൽ വന്ന് ഓൺലൈനിൽ വന്നതെപ്പോൾ, എത്ര നേരം നിന്ന്, എപ്പോൾ ഓഫ്ലൈനിൽ പോയി, വീണ്ടും എപ്പം വന്ന്, ഒരു ദിവസം എത്ര സമയം വാട്സപ്പിൽ നിന്ന്, ഇതൊക്കെ അറിയാൻ കഴിയുന്ന ഒരു കിടിലൻ ടിപ്സാണ് വീഡിയോ. ദയവായി മിസ്യൂസ് ചെയ്യരുത്, നല്ല കാര്യത്തിന് ഉപയോഗിക്കുക, അത്യാവശ്യത്തിന് ഉപയോഗിക്കുക. അപ്പോൾ ഇതിന് ഹാക്ക് വാട്സ് എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയതിന് വരിക. ഒരു പെർമിഷൻ ചോദിക്കും, അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇവിടെ മേലെ ഒരു പ്ലസ് ഐക്കൺ കാണാം, നമുക്ക് കോൺടാക്ട് ആഡ് ചെയ്യല്ല. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഒരു നമ്പർ, ഏത് കോൺടാക്റ്റ് ആണോ, നമുക്ക് ആരെയാണോ ട്രാക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആരാണോ വാട്സപ്പിൽ ഓൺലൈനിൽ വന്ന് അറിയേണ്ടത് വെച്ചാൽ ആ നമ്പർ നമുക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്യുന്ന നേരം കൺട്രി കോഡ് കൂടി എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഇന്ത്യൻ കോഡാവണ്ടേ +91 അങ്ങനെ, എന്നിട്ട് നമ്പർ എൻ്റർ ചെയ്യുക. ഞാനൊരു നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാണ്. നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ഒരു പേര്, ജസ്റ്റ് ഒരു പേര് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ലിസ്റ്റിൽ നിന്ന് സെലക്ട് ഫ്രം കോൺടാക്ട് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്താൽ കോൺടാക്ട് ലിസ്റ്റിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ആഡ് ചെയ്യട്ടോ. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്താൽ ആ കോൺടാക്ട് ഇവിടെ വന്ന്, ഇനി ഇവർ ഈ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്തിട്ട്, പിന്നെ ഇവർ എപ്പോൾ ഒക്കെ ഓൺലൈനിൽ വന്ന് തിരിച്ചു പോയതെപ്പോൾ, അങ്ങനെ എല്ലാ വിഷയവും, അതായത് വാട്സപ്പ് എപ്പം തുറന്ന്, എത്ര നേരം വാട്സപ്പിൽ നിന്ന്, എപ്പോൾ ഓഫാക്കി, ഒരു ദിവസം എത്ര പ്രാവശ്യം വന്ന്, ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് മനസ്സിലാവും. അതാ ഇവിടെ ഈ താഴെ അത് കാണിക്കും. അത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഫുൾ ഡീറ്റെയിൽ ഇവിടെ എങ്ങനെ കാണിക്കും. ഇതിപ്പോൾ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ജസ്റ്റ് ആഡ് ചെയ്ത കോൺടാക്ട് ഒരു പ്രാവശ്യം തുറന്നിട്ടുള്ളൂ, അതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമുള്ള എല്ലാ വിവരവും നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം. ഇതിനൊരു കുഴപ്പമുള്ള എന്താ വെച്ചാൽ ഒരേ സമയം ഒരു നമ്പർ നമുക്ക് ആഡ് ചെയ്യാനാവും. അധികം നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ പ്രീമിയം എടുക്കണം. പിന്നെ നമുക്ക് ആഡ് ചെയ്ത നമ്പർ മാറ്റണമെങ്കിൽ ഇങ്ങനെ അങ്ങ് ലെഫ്റ്റ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് പോവും, വേറെ ആഡ് ചെയ്യാം. അപ്പോൾ നല്ല കാര്യത്തിന് ഉപയോഗിക്കുക. കുട്ടികളൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൊടുക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.